64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ സമാപിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കപ്പിന് തുല്യമായിട്ടുള്ള വെള്ളിക്കപ്പുമായിട്ടാണ് പള്ളിയോടങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും ഉത്രട്ടാതി ജലമേളയുടെ നാട്ടിൽ നിന്നും തൃശ്ശൂരിലെത്തി സ്വർണ്ണക്കപ്പിന് തുല്യമായ വെള്ളിക്കപ്പുമായിട്ടാണ് പത്തനംതിട്ട ജില്ലയുടെ മുഖശ്രീ മാറ്റി എഴുതിയ ആറന്മുള കിടങ്ങന്നൂർ ശ്രീ വിജയാനന്ദ SVG ഹൈസ്കൂളിലെ ചുണക്കുട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ സ്കൂളിൽ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെന്ന് ആദ്യം തന്നെ നമുക്ക് HMനോട് ചോദിക്കാം. ഇത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. അത് ഞാൻ പലതവണ പല വേദികളിൽ പറഞ്ഞതാണ്. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ PTA, ഞങ്ങളുടെ മാനേജ്മെന്റ്, നാട്ടുകാര് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന് പുറകിൽ അണിനിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം നേടാനായിട്ട് സാധിച്ചത്. മാസങ്ങൾ നീളുന്ന പരിശീലനവും ആത്മസമർപ്പണവും ഇതിന്റെ പുറകിലുണ്ട്. സാറേ, ഞങ്ങൾക്ക് അവിടെ സ്റ്റാൾ ഉണ്ടായിരുന്നു, കേരള വിഷന്റെ സ്റ്റാളും മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ സ്കൂളിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് അവിടെ അറിയാൻ കഴിഞ്ഞത് പാലക്കാട് മറ്റുള്ള വലിയ വലിയ മാനേജ്മെന്റ് സ്കൂളിനോട് പൊരുതിയാണ് ഈ സ്വർണ്ണക്കപ്പിന് തുല്യമായിട്ടുള്ള ഈ വെള്ളിക്കപ്പുമായിട്ട് വരും. സാറെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, എങ്ങനെയാണ് സാറേ ഇവരെ ട്രെയിൻ ചെയ്തെടുത്തത്? ഇതൊരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ തുടങ്ങുന്ന പരിപാടികളാണ്. കുട്ടികളുടെയും അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ PTA മാനേജ്മെന്റ്, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രകടനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവം ഞങ്ങൾക്കൊരു ലഹരിയാണ്, അതൊരു ജീവിതമാണ്, ജീവനാണ്. കടങ്ങൂർ പള്ളിക്കൂടത്തെ സംബന്ധിച്ചിടത്തോളം കലോത്സവം ഞങ്ങൾ നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ്. ടീച്ചറെ, ഈ പാഠ്യേതര വിഷയങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ പഠനത്തോടൊപ്പം അതിന്റെയും എങ്ങനെയാണ് അധ്യാപകരുടെ എല്ലാവരുടെ കൂട്ടായ്മയോട്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പഠനം പോലെ തന്നെ നമ്മൾ ആദ്യം മുതലേ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പഠന സമയം നഷ്ടപ്പെടാതെ ഓരോ പീരീഡിൽ നിന്ന് 5 മിനിറ്റ് എടുത്ത് ലാസ്റ്റിൽ ഒരു 3:30 മുതൽ പ്രാക്ടീസിനായിട്ട് കുട്ടികളെ വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർ അന്ന് മുതൽ ഒരു മാസങ്ങളോളമുള്ള ഒരു പ്രാക്ടീസ് ഇതിന്റെ പുറകിലുണ്ട്. ഏതൊക്കെ ഇനത്തിലായിരുന്നു നമ്മൾ പങ്കെടുത്തത്? നമ്മൾ 34 ഐറ്റങ്ങളിൽ സ്റ്റേറ്റിൽ പങ്കെടുത്തു. പൂരക്കളി, മാർഗംകളി, തിരുവാതിര, പരിചമുട്ടുകളി, പഞ്ചവാദ്യം, ചെണ്ടമേളം, സ്കിറ്റ്, സമൂഹഗാനം, മംഗലംകളി, യക്ഷഗാനം, അതോടൊപ്പം തന്നെ കഥകളി ഗ്രൂപ്പ് തുടങ്ങിയ ഗ്രൂപ്പ് ഐറ്റങ്ങളിലും സിംഗിൾ ഐറ്റങ്ങളിലും പങ്കെടുത്തു. 34 ഐറ്റങ്ങൾ നമുക്ക് മൊത്തം ഉണ്ടായിരുന്നു. അതിനകത്ത് സാറേ ഞങ്ങൾ മിമിക്രി മോണാക്ടിലൊക്കെ നമ്മൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നല്ല പ്രകടനമാണെന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ കോഴിക്കോട് റിപ്പോർട്ടർ റിയാസ് ആണ് സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയായിരുന്നു? അങ്ങനെ ഞങ്ങളുടെ ആനുകാലിക വിഷയങ്ങൾ ഞങ്ങളുടെ കൃഷ്ണനുണ്ണി അവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണനുണ്ണി മിമിക്രി, മോണോ ആക്ട്, ചാക്യാർ കൂത്ത് 3 ഐറ്റങ്ങളിൽ അവൻ പങ്കെടുത്തു. വളരെ മാസ്മരിക പ്രകടനമായിരുന്നു. അതായത് ആ സദസ്സിനെ പിടിച്ചു കുലുക്കിയ, ഒത്തിരി കയ്യടി നേടിയ വളരെ ഗംഭീരമായ ഐറ്റങ്ങളാണ് അവൻ്റെ പ്രസന്റേഷൻ. അവന് വളരെയധികം ഈ സ്കൂളിൻ്റെ മുത്താണ്, ചങ്കാണെന്നൊക്കെ നമ്മൾ പറയുന്നു. കൃഷ്ണനുണ്ണി കഴിഞ്ഞ 3 വർഷവും അവൻ്റെ അച്ഛൻ പോലും കലാപ്രതിഭയായിരുന്നു. ആ ഒരു കുടുംബം കലാകാരന്മാരുടെ കുടുംബമാണ്. അവർ ഒന്നിച്ച് ഒരാഴ്ച ഈ യൂത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അക്ഷയ് ഹയർ സെക്കൻഡറിയിൽ അക്ഷയ് സുമേഷ് മോണോ ആക്ടിന് വളരെ ഗംഭീരമായ പ്രകടനമായിരുന്നു. അക്ഷയ് സുമേഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഗംഭീരമായിട്ട്. അതുപോലെ തന്നെ അവനെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മികച്ച നടനുമായിരുന്നു, നാടകത്തിലെ മികച്ച നടനുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സ്കിറ്റിന്റെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തതും അവൻ തന്നെയാണ്. സ്റ്റേറ്റിലെ ഇംഗ്ലീഷ് സ്കിറ്റും മോണോ ആക്ട് ആയിരുന്നു അവൻ്റെ ഐറ്റം. പ്രത്യേകിച്ച് ഒരു 10-40 വർഷം പാരമ്പര്യമുള്ള മാർഗംകളിയിലെ ഒരു കുലപതിയാണ് നമ്മുടെ സ്കൂളിലേക്ക് ട്രെയിനായിട്ട് കിട്ടി. ഞങ്ങളത് ആ സാറിനെ വെച്ച് തന്നെ ഒരു വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു. അതെ, ആ സാറിനെ എങ്ങനെയാണ് സാറിനുമായിട്ട് ബന്ധപ്പെടാനൊക്കെ? ഞങ്ങൾ സംസ്ഥാന കലോത്സവത്തിന് സംസ്ഥാനത്ത് തന്നെ മികച്ച കലാപരിശീലകരെ ഈ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. അന്നേരം ഓരോ മേഖലയിലും ഞങ്ങൾ പോയി പരിശോധിക്കുമ്പോൾ അതാത് മേഖലയിലെ മികച്ച അധ്യാപകർ പരിശീലിപ്പിക്കുന്ന സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നമ്പർ സംഘടിപ്പിച്ച് അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നു. അവർ എന്ന് ഇവിടെ പരിശീലനം തുടങ്ങി ഇന്ന് ഇതുവരെ നാളെ ഇതുവരെ അവർ തന്നെയാണ് നമ്മുടെ പരിശീലകർ ആയിട്ടുള്ളത്. അവർ ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല. വർഷങ്ങളായി ഇവരൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജെയിംസിനെ പോലുള്ള ആൾ തുടങ്ങിയപ്പോൾ തൊട്ട് മാർഗംകളി എന്നാണോ കടങ്ങൂർ പള്ളിക്കൂടം മാർഗംകളിയിൽ കൈവച്ചത് അന്നോട്ട് ഇന്ന് വരെ ജെയിംസാണ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിജയിക്കുന്നായിരുന്നല്ലോ പൂരക്കളി. സാറേ, എൻ്റെ ഓർമ്മയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ അവിടെ ഒരു ഗംഗയും പിന്നെ ഒരു വിഷ്ണു ഒക്കെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ആ 1ാം സ്റ്റേജിലൊക്കെ എത്തുകയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ യാദർശികമായിട്ടാണ് ആ തിരക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് ആറന്മുള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ മത്സരം കാണാൻ വേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ മൊത്തത്തിലുള്ള പുറത്തുനിന്നുള്ള ആരുടെയൊക്കെ സപ്പോർട്ടാണ്? PTA ഉൾപ്പെടെയുള്ളവരുടെ ഉൾപ്പെടെയുള്ള സഹായം ഉണ്ടായിരുന്നു. ഈ വർഷം എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഡോക്ടർ ദീപക് ജെയിൻ 2 വർഷം ഇവിടുത്തെ കലോത്സവത്തിനകത്ത് നാടകത്തിന് സ്കിറ്റിലുണ്ടായിരുന്നത്. ഈ 6 ദിവസങ്ങളിലും
നമ്മോടൊപ്പം അവന് ക്ലിനിക്കിൽ പോകാതെ നമ്മളോടൊപ്പം സഹകരിക്കുകയും മുഴുവൻ സ്ഥലങ്ങളിലും അദ്ദേഹം വരികയും അവസാനം ട്രോഫി മേടിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള കാര്യത്തിൽ ദീപക് ജയനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുത്തെ കഴിഞ്ഞ മുമ്പത്തെ വർഷം നാടകത്തിലുണ്ടായിരുന്നു അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് നാടകത്തിൽ മികച്ച നന്നായ രതീഷ് അമ്പാടി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ചേറെ കലാകാരന്മാർ ഈ തൃശ്ശൂർ തന്നെ നമുക്ക് വന്നു ചേർന്ന് നമ്മളൊപ്പം എല്ലാ സ്റ്റേജുകളിലും ഈ അധ്യാപികമാരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഈ പൂരക്കളിയുടെ കാര്യം പറയുമ്പോൾ അപ്പിയാൽ പ്രമോദ് എന്ന് പറയുന്ന ആളാണ് പൂരക്കളി പരിശീലിപ്പിക്കുന്നത്. വർഷങ്ങളായി ഇപ്പൊ ജെയിംസിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പിയാൽ പ്രമോദ് വർഷങ്ങളായി ഈ പള്ളിക്കൂടത്തെയാണ് പരിശീലിപ്പിക്കുന്നത്. ഒരു ജില്ലയിൽ ഒരു സ്കൂളിനെ പുള്ളി എടുക്കത്തുള്ളൂ. ഇവിടെ നമ്മുടെ സ്കൂളാണ് വർഷങ്ങളായിട്ട് എടുക്കുന്നത്. ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് പോലും ഇവിടുത്തെ അധ്യാപകർ വിളിക്കുകയും സഹകരിക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. നമുക്ക് അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെയാണെന്ന് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ 1ാം സ്ഥാനത്തിലേക്ക് എങ്ങനെയാണ് സാർ അടുത്ത വർഷത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും? ടീച്ചറെ രണ്ടുപേരും ഞങ്ങളുടെ പ്രതീക്ഷയാണ് അടുത്ത വർഷം 1ാം സ്ഥാനം. ഞങ്ങളുടെ ഒരു മോഹമാണ്. ഇത്രയും വർഷം ഞങ്ങൾ അതേപോലെ ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറച്ചും കൂടെ നേരത്തെ ഞങ്ങളത് ഇപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം നമ്പർ 1 ടീച്ചേഴ്സാണ്. ഇത്രയും ഡെഡിക്കേഷൻ, ഇത്രയും എന്താ പറയുന്നത്, ആത്മസമർപ്പണം. അതേപോലെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എടുത്തു പറയേണ്ടതാണ്. 98 തുടങ്ങിയതാണ് ഇവിടെ ഹയർ സെക്കൻഡറി. അന്ന് മുതൽ ഉള്ള കുട്ടികൾ 40-45 വയസ്സുള്ള കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അവർക്ക് ഈ വികാരം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതെപ്പോഴും അവർ ആ ഒരു ആഘോഷം പോലെ, ഒരു ഉത്സവം പോലെ, യൂത്ത് ഫെസ്റ്റിവൽ ആകുമ്പോഴേക്ക് അവർ വിളിച്ചു പറയുക, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുക. എവിടെയായാലും അവരെല്ലാവരും ഉണ്ട്. അപ്പൊ ആ ഒരു ബലം, അവർ തരുന്ന ആ ഒരു ബലം, സപ്പോർട്ട്, ഇതെല്ലാം മതി നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തിരുവാറന്മുളയപ്പന്റെ മണ്ണിൽ നിന്നാണ് നിങ്ങൾ തൃശ്ശൂരിൽ എത്തിയത്. മറ്റു ജില്ലകൾക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്തതാണ് വഞ്ചിപ്പാട്ട്. ഹരിനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി എന്നുള്ള 2 വാക്യങ്ങൾ നിങ്ങൾ ഏറ്റുപാടിക്കൊണ്ട് വേണം നമുക്ക് ഇവിടുന്ന് വൈൻഡ്യപ്പ്. ഒന്ന് പാടിക്കൂ ഹരിനാമ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഹരി ഗോ ആറന്മുളയുടെ SCB സ്കൂളിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്.